നമ്മളിപ്പോൾ ഉള്ളത് ബോയിങ് 737 മാക്സ് 8 എന്ന് പറയുന്ന വിമാനത്തിൻ്റെ മുമ്പിലാണ് എന്ന് പറയാം. ഈ വിമാനം സ്വന്തമാക്കിയിട്ടുള്ളത് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന ഫ്ലൈയിങ് കമ്പനിയാണ്. അതായത് വിമാന റൂട്ടൊക്കെ നടത്തുന്ന കമ്പനിയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് വിങ്സ് 2024 എന്ന് പറയുന്ന ഇവൻറ്റുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഏറ്റവും പുതിയ വിമാനം, അതിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഏറ്റവും പുതിയ ലോഗോ, ഒരു പ്രത്യേക എക്സ് ഷേപ്പിൽ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക്, വ്യത്യസ്തമായൊരു വീഡിയോയിലേക്ക്, മറ്റൊരു എയർക്രാഫ്റ്റിൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബോയിങ് 737 എന്ന് പറയുന്ന എയർക്രാഫ്റ്റിൻ്റെ 4th ജനറേഷനാണ് 737 മാക്സ് 8 എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം 737-8 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയും ഇത് പറയാറുണ്ട് എന്നുള്ളതാണ്. ബോയിങ്ങിൻ്റെ അണ്ടറിലുള്ള ബോയിങ് കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയാണ് ബോയിങ് 737-8 അതായത് മാക്സ് 8നെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഇതൊരു നാരോ ബോഡി ഡിസൈൻ എയർക്രാഫ്റ്റ് ആണ് എന്ന് പറയാം. പ്രധാനമായിട്ടും ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് എയർബസിൻ്റെ 320 നിയോ എന്ന് പറയുന്ന മോഡലുമായിട്ടാണ് എന്നുള്ളതാണ്. ഈ വാഹനത്തിൻ്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് 39.5 മീറ്റർ ആണ്. ഇതിൻ്റെ വിങ് സ്പാൻ, അതായത് ഒരു വിങ്ങിൽ നിന്ന് അടുത്ത വിങ് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 35.9 മീറ്ററുമാണ് എന്നുള്ളത്. അതായത് അത്രയും വിസ്താരമുള്ള ഒരു ഫ്ലൈറ്റാണ് എന്ന് പറയാം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പുതിയതിനകത്തേക്ക് വന്ന സമയത്ത് CFM ഇൻ്റർനാഷണൽ ലീപ്പ് എഞ്ചിനുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. 2 എഞ്ചിനുകളാണ്. അത് ഉപയോഗിക്കുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും എന്നുള്ളതാണ്. പുതിയ എഞ്ചിനാണ്, അതായത് CFM ഇൻ്റർനാഷണൽ ലീപ്പ് എഞ്ചിൻ 1B ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടുള്ള ഗുണം ഫ്യൂവൽ എഫിഷ്യൻസി ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ സെയിം, അതായത് ഒരു 100 ഗാലൺ ഫ്യൂവൽ കൊണ്ട് ഈ ഫ്ലൈറ്റിന് സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരം ഈ എഞ്ചിൻ അല്ലാത്ത വേറെ ഫ്ലൈറ്റിന് സഞ്ചരിക്കാൻ പറ്റില്ല എന്നാണ് ചുരുക്കം. അതായത് മിനിമം ഫ്യൂവലിൽ മാക്സിമം ദൂരം നമുക്ക് യാത്ര ചെയ്യാം. ഒറ്റത്തവണ ഫുള്ള് ഫ്യൂൽ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 6500 മുതൽ 7000 കിലോമീറ്റർ വരെയാണ് ഇതിന് ഫ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇതിന് വേറൊരു പ്രത്യേകതയാണ്. മറ്റൊന്ന് ഈ ഒരു എഞ്ചിൻ കവറിൻ്റെ ഡിസൈൻ. ഇതിലിങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ട കുറേ ഡിസൈൻ പാറ്റേൺ ഉണ്ടല്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ് റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റുള്ള എയർക്രാഫ്റ്റിനെ അപേക്ഷിച്ച് 737 മാക്സ് 8 കുറച്ചുകൂടി സൈലൻറ്റ് എഞ്ചിനാണ് എന്ന് പറയാം. ഈ ഏരിയ ഒക്കെ ഇതിൻ്റെ നോയ്സിനെ അബ്സോർബ് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. എഞ്ചിൻ ഇതാണ് എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിന് കാര്യങ്ങളൊക്കെ പറയും. ഞാൻ ഈ ബാക്ക് ഭാഗമൊക്കെ ആദ്യമായിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ലാൻഡിങ് ഗിയറും കാര്യങ്ങളൊക്കെ കാണാം. അതിനകത്ത് അതിൻ്റെ മെക്കാനിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കയറി കണ്ടായിരുന്നു. നല്ല രസമുണ്ട്. അതിൻ്റെ കൺട്രോളിങ് യൂണിറ്റ്, അതുപോലെ തന്നെ പെട്ടെന്ന് താഴ്ത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കട്ടെ, ഇതിൻ്റെ ഓറഞ്ച് കളർ പാറ്റേൺ എയർ ഇന്ത്യ എക്സ്പ്രസ് മൊത്തം അതിൻ്റെ കളർ പാറ്റേൺ മാറ്റി ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. മറ്റൊന്ന് ഇവിടെ CVR എന്ന് കണ്ടില്ലേ. ഈ CVR ആണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഓറഞ്ച് നിറത്തിലുള്ള ബ്ലാക്ക് ബോക്സ്. അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബ്ലാക്ക് ബോക്സ്, അതായത് ഒരു വിമാനത്തിനകത്ത് പൈലറ്റ് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത് ബ്ലാക്ക് ബോക്സിനകത്താണ്. ആ ബ്ലാക്ക് ബോക്സിൻ്റെ കളറ് ഓറഞ്ച് കളറാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ എക്സാക്ട് സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ആ ബ്ലാക്ക് ബോക്സ് സ്ഥിതി ചെയ്യുന്നത്. ആ ബ്ലാക്ക് ബോക്സിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, അപകടത്തിൽ തകരില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ ഫ്ലൈറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, വളരെ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ബ്ലാക്ക് ബോക്സ് ആക്ച്വലി ബോക്സ് ആണോ അതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം, എന്തായാലും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. അതൊരു ബോക്സ് സ്റ്റൈലിലായതുകൊണ്ടായിരിക്കാം അതിന് ബ്ലാക്ക് ബോക്സ് അത് വിശേഷിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഡിസൈനിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വെർട്ടിക്കൽ സ്റ്റെബിലൈസറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഡിസൈൻ കാണാം. വെർട്ടിക്കൽ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ ആ കുത്തനെ നിൽക്കുന്ന വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന സ്റ്റെബിലൈസർ കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ ഡയറക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് കൊടുത്തിട്ടുള്ള ഡിസൈൻ ഇപ്പോൾ പറയുന്നത് കലങ്കാരി ഡിസൈൻ എന്നാണ്. കലംകാരി അതൊരു പ്രത്യേകതരം ആർട്ട് വർക്കാണ്. ആർട്ട് വർക്കിനെ കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയാത്തതിനെ കുറിച്ച് കൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഡിസൈൻ ഫിലോസഫിയിൽ അവർ പറയുന്നൊരു കാര്യം, പലതരത്തിലുള്ള ഡിസൈൻസ് ആ ഭാഗത്ത്, അതായത് ആ ഒരു വെർട്ടിക്കൽ സ്റ്റെബിലൈസറിൻ്റെ ഭാഗത്ത് വരും എന്നുള്ളതാണ്. അപ്പോൾ അത് കേരളത്തിലേക്ക് വരുമ്പോൾ ഏത് പാറ്റേൺ ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുക. ഞാൻ പേഴ്സണലി അവരോട് ചോദിച്ചു, പക്ഷെ അവരിപ്പം അത് പറഞ്ഞിട്ടില്ല. ഈ ഒരു ഡിസൈൻ പാറ്റേൺ ഇപ്പം സ്പെഷ്യലി ഈ ഒരു തെലങ്കാന ഈ ഒരു ഭാഗമായിട്ട് ചെയ്തേക്കുന്നതാണ്. ഈ പ്രത്യേകിച്ച് ഈ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മൾ എഞ്ചിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആവുന്ന സമയത്ത് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് റേറ്റ് കുറയുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി നമുക്ക് അകത്ത് പോയിട്ട് അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് കാണാം.
ഇനി നമ്മൾ അകത്തെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വിമാനത്തിൻ്റെ ഗാലി എന്ന് വിശേഷിപ്പിക്കുന്ന ഏരിയയാണ്. ടെക്നിക്ക് വിശേഷിപ്പിക്കുന്ന ഗാലിയാണ്. പാൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഏറെക്കുറെ വിമാനത്തിനകത്തേക്ക് കയറുന്നത് ഈ ഒരു സൈഡിലൂടെ ആയിരിക്കും. ചില സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എയർക്രാഫ്റ്റിനകത്തേക്ക് ബോർഡ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലൂടെ ആയിരിക്കും എന്നുള്ളത്. അതിന് കാരണം എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ഫ്യൂൽ ചെയ്യുന്നത് കൊണ്ടാണ്, ഒരു സേഫ്റ്റി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. അതായാലും ദിസ് ഇസ് പൂജ. വെൽക്കം ടു ചാനൽ. Hello everybody. She is an Air India staff, Air India Express staff. She will explain you how they are communicating with the captain and how about the cabin and other colleagues. Right. Yes. So this is PA, we call it PA. With this we communicate with our cabin crew and with the captain, and with this we do the announcement as well. Okay. That's it. And this one is the control, right? Control This is lights. this is the display. This is the cabin light controlling display. Okay. From here we control the cabin lights. Boarding the plane, take Yes, off, boarding, landing, take off, sleeping. You are also sleeping now. We do. Only the light. Yes. Right. ഇനി മറ്റൊരു കാര്യം, ഇതിനകത്ത് ഇപ്പം നമ്മൾ വിമാനത്തിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചില സമയത്ത് വെള്ളത്തിന് വിളിക്കും, വാട്ടർ, അതുപോലെ ജ്യൂസ് തുടങ്ങിയ കാര്യങ്ങളെ കിട്ടാൻ ക്യാബിൻ അസിസ്റ്റന്റിനെ വിളിക്കാറുണ്ട്. അത് നമുക്ക് തൊട്ട് മുകളിൽ ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ this light will blink, right? Yes. The blue one. The blue one is representing. This blue one is for the passenger. When the passenger press the call button, here the blue light will blink. And the pink for This the is captain. for the captains. When the captain wants to call us, Yeah. then For some help. for the some for water. some water help, anything, then it will blink pink. And this is the orange light. It's the lavatory light actually. Okay. So if any emergency in the lavatory, the passenger can press that button. Then we will come to know the passenger There is inside the So lavatory. you can open from the outside. Yes. Okay. These are the Thank you so lights. much. Thank you. ഇനി പറയാനുള്ളത് കോക്പിറ്റിനെ കുറിച്ചാണ്. 737 മാക്സ് സൈറ്റിലേക്ക് വരുന്ന സമയത്ത് കോക്പിറ്റിനും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ അജ്മീർ ഖാൻ ക്യാപ്റ്റനാണ്. Hello everyone. Hi. Welcome to 737 MAX cockpit. Okay. It's a fully advanced digital cockpit. Earlier conventionally we see 6 small display. Now they made it 4 big display. Big one. So it can be split also. Like for example, we can split and make it 2 system. totally 8. Set of the duplication. We can use one for another system, another for navigation display. Okay. Primarily this is talk about primary flight display. Like what is the speed at which we fly, what altitude we fly, all those things. This talks about your navigation, the airports, en routes, all those things will be coming here. Earlier this was in the top here. To accommodate this flat panel, they removed, move it to the downside. Okay. So this is having an advanced fuel shut-off switch also. Earlier it is conventional one. This is the modification they done it after MCAS. Okay. Establish a trim area from primary The issue and back. happened in 2010, right? 10, yeah. So to cover up that, this areas they modified, have special switches, one for primary, another for backup. Okay. So these are the areas they modified from existing our 737 NG cockpit. This is called York. They call control column, we call it. Column, Control yeah. column. This is control wheel, we call it. The lateral controls through the wheel and then up and What down is the movement. difference between Airbus and Boeing? Airbus, yeah, they have a control Joystick. joystick type. It will be an artificial feel. Here, pilot will really feel his flying capabilities. Moreover, this in case of any normal system failure, this is a manual cable control. So there is always a redundancy. In Airbus, if you see, that will be a digital backup. Oh yes. Yeah, that is a major differences which we can see. This is the major difference what happened when they come to 737 Max. Max, 8A. yeah. Thank you so much. Welcome. All the best. പുള്ളി നമ്മളെ ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം മുതലേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പുള്ളിക്ക് മലയാളം അറിയാം. മനസ്സിലാവും കുറച്ച്. താങ്ക് യു സോ മച്ച്. Thank you very much. All the best. താങ്ക് യു. 1400 വരുന്ന 737 മാക്സ് 8 വിമാനങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. 204 വരെ സീറ്റ്, അതായത് 120 മുതൽ 204 വരെ സീറ്റുകളെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻസ് ആണ്. നമ്മൾ A380 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിനകത്ത് 8 ബിസിനസ് ക്ലാസ് സീറ്റുകളാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മൊത്തം സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 176 ബാക്കി 168 സീറ്റുകളും വരുന്നത് എക്കണോമി സീറ്റുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ബിസിനസ് ക്ലാസ് സീറ്റുകൾ കാണിക്കാം. സാധാരണഗതിയിൽ ബിസിനസ് ക്ലാസ് സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം എക്സ്ട്രാ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ട്രേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രേ ഓപ്പൺ ആയി ജസ്റ്റ് ഇങ്ങനെ നിർത്തി വെക്കാൻ പറ്റും. ഇത് ശരിക്കും ഈ ഫ്രണ്ട് റോ സീറ്റിലും ഏറെക്കുറെ സേവ് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി വീതിയുള്ള സീറ്റുകളാണ്. ഇവിടെ സെർവ് ചെയ്യുന്ന ഫുഡുകൾ ഡിഫറൻ്റ് ആണ്. കുറച്ച് പൈസ കൂടുതലാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ബിസിനസ് ക്ലാസ്സുകൾ. അപ്പം ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യുന്ന അതുകൊണ്ടാണ് അങ്ങനെ ബിസിനസ് പേരിട്ടത്. പക്ഷേ കൂടുതൽ കംഫർട്ടായിരിക്കും. ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ നല്ല വീതിയിലും വിസ്താരത്തിലും ഇരിക്കാം. അപ്പോൾ ശരിക്കും ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റോയിൽ 3 ആളുകൾ ഇരിക്കുന്ന സ്ഥലത്താണ് അവിടെ 2
ആളുകൾ ഇരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിശാലമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ വരുന്നത് എക്കണോമി സീറ്റിലാണ്. എക്കണോമി സീറ്റിൽ വേണമെങ്കിൽ 2 ടൈപ്പ് ഉണ്ടെന്ന് പറയാം. ഈ ഫ്രണ്ട് റോ കുറച്ചുകൂടി ലെഗ് റൂം ഉള്ളത്, ഇതിനെ എനിക്ക് തോന്നുന്നു എക്സൽ സീറ്റ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇതിനകത്തും ഈ ട്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ട്രേ കൊടുത്തത്, ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഇനി വേറൊരു കാര്യം, ഇതിനകത്ത് നിങ്ങൾക്കൊരു ഇലക്ട്രോണിക്സ് ഡിവൈസ് വെച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിനകത്ത് കണ്ടോ, ഇവിടെ നമുക്ക് ചില കൺട്രോൾ യൂണിറ്റുകളുണ്ട്. ഈ കൺട്രോളിനെ പ്രവർത്തിപ്പിക്കാനുള്ള ഇലക്ട്രിക് സപ്പോർട്ടാണത്. സീറ്റുകൾ നല്ല കളർ ടോൺ അല്ലേ, 2 കളർ പാറ്റേൺ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ബ്ലൂ കളർ പാറ്റേൺ കാണാം. ഇതും രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് റൂം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്, കുറച്ചും കൂടി സ്ഥല സൗകര്യം ഫീൽ ചെയ്യുന്നുണ്ട് ഇരിക്കുന്ന സമയത്ത്. നൈസ്, അത് കൊള്ളാം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എയർ ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഇൻ്റർനാഷണലി ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മൊബൈലിൽ ഒരു QR കോഡ് വെച്ചിട്ടുണ്ടാവും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പോകുന്ന റൂട്ട്, അതുപോലെ തന്നെ കുറച്ച് ഇൻഫോർടൈൻമെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി, മൂവീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് നമുക്ക് സീറ്റിനൊക്കെ ഇതൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലാണ്. മറ്റൊരു കാര്യം, ഈ സ്പേസ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഞാൻ എണീറ്റ് എന്നിട്ടും എൻ്റെ തല മുട്ടിയിട്ടില്ല. ആകാശം അല്ലേ, ഇതിനകത്ത് ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, മൂഡ് ലൈറ്റ്സ്. മറ്റൊരു കാര്യം, നല്ല ഉയരമുണ്ട്. ഈ ഒരു ഭാഗത ഇത് പുതുതായിട്ട് ഇവർ സ്ട്രക്ചർ ചെയ്തെടുത്ത ഡിസൈൻ. അതുകൊണ്ട് തന്നെ ഈ ഷേപ്പ് കിട്ടുന്നതും ഈ സ്ഥല സൗകര്യം കിട്ടുന്നതും ഇങ്ങനെ ഒരു ഡിസൈൻ വന്നുകൊണ്ടാണ്. മറ്റൊരു കാര്യം, ഇതിൻ്റെ കപ്പാസിറ്റി ഏറെക്കുറെ 60 കിലോഗ്രാം, 58 കിലോഗ്രാം എന്ന് അവിടെ എഴുതിച്ചിട്ടുണ്ട്. അത്രയും വെയിറ്റ് ഇതിനകത്ത് താങ്ങും. മാത്രമല്ല വലിയ ബാഗ് വരെ കൊള്ളാനുള്ള സ്പേസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, യാത്ര ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ മനസ്സിലാവും, ഇത് ഇത്ര വലുപ്പം ഉണ്ടാവാറില്ല. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി കംഫർട്ടബിളാണ്. വലിയ ബോക്സുകൾ കൊള്ളും, എണ്ണം കൂടുതലും കൊള്ളും എന്നുള്ളതാണ്. ഇപ്പോൾ 2 എണ്ണമൊക്കെ ചരിച്ച് വെക്കുകയാണെങ്കിൽ അതിനൊക്കെ പറ്റുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഈ സ്ഥല സൗകര്യവും നൈസായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇനി ഒരു വിമാനത്തിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് എമർജൻസി എക്സിറ്റും അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതും. അതിനെക്കുറിച്ച് മാത്രം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ കൂടെ ഗംഗമ്മ, ഷീ ഈസ് ഓൾസോ ഫ്രം എയർ ഇന്ത്യ എക്സ്പ്രസ് സ്റ്റാഫ്. ഷീ വിൽ എക്സ്പ്ലെയിൻ യു ഹൗ വി ആർ ഓപ്പറേറ്റിംഗ് ദ എമർജൻസി എക്സിറ്റ്. Hello everyone. So basically this is the overwing exit, emergency exit 2+2. Okay, we will open only this exit while the time of emergency. After the command of captain, yes, evacuate. You will get command from captain, evacuate 3 times. After that only you should open the door. Before opening the door, check the outside condition whether it is safe or not. If there is a fire or water, do not open it until you will get the command from the cockpit. Okay, yes. So it will be like that. So after that, to open the exit, pull this red handle downwards and release it immediately. Okay, So it will be opened. Okay, so that's the things. yes, thank you. We will only use it for emergency only in the evacuation. situation, So slides will get opened and we can evacuate the passenger. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട്, എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വിമാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാഹനത്തിനകത്തും കയറുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴായിട്ടും പല ആളുകളും റാൻഡംലി യാത്ര ചെയ്യുന്നവരായിരിക്കും, ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ അവർ അത്ര ശ്രദ്ധ കൊടുക്കാതെ ഇത് കേട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത് ഉൾപ്പെടുത്തി കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ക്രൂവിൽ അല്ലെങ്കിൽ അവരുടെ ഫ്ലീറ്റുകളിൽ ഈ 737 MAX 8 കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ കുറച്ചും കൂടി എക്കണോമിക്കലി ആയി ട്രാവൽ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി നല്ല സൗകര്യത്തിൽ വിശാലമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കിലും ഇത് ഫ്ലൈ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസ് വളരെ നല്ലൊരു മാറ്റത്തിലാണ്. എയർ ഇന്ത്യയും റീസെൻ്റ്ലി ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാണ്. ഡിസൈൻ മാറി, പുതിയ വിമാനങ്ങൾ വരുന്നു, അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. റീസെൻ്റ്ലി ടാറ്റ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം 737 MAX 8 വരുന്ന സമയത്തുണ്ടായ മാറ്റങ്ങൾ, എയർ ഇന്ത്യ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അവരുടെ ഫ്ലീറ്റിൽ വന്നിട്ടുള്ള അപ്ഡേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ക്യാമറയ്ക്ക് പിന്നിൽ ആസ് യൂഷ്വൽ നമീർ തന്നെയാണ് എന്നൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.